വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നലെ ആപ്പിളിൻ്റെ ഇവൻറ്റ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ ഒരു സാധനം നിങ്ങളെ കാണിച്ചു തന്നല്ല. ആ സാധനത്തിൻ്റെ അൺബോക്സിംഗ് ആണ് ഗൈസ്. നമ്മുടെ ചാനലിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അൺബോക്സിംഗ് വീഡിയോസ് വരുമെന്ന് ഞാൻ കാറ്റിൻ്റെ ഫോൺ അൺബോക്സ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ കാണാത്തവർ ജസ്റ്റ് കണ്ടു നോക്കുക. അത് നമ്മുടെ കീപാഡ് ടച്ച് എല്ലാം കൂടെ പറഞ്ഞ ഒരു സ്മാർട്ട് ഫോണാണ്. കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട്, കുറേ അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ളവർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കണ്ടപ്പോൾ സന്തോഷമായിട്ടുണ്ട്. അതുപോലെ തന്നെ ദ ബെസ്റ്റ് എക്സ്പീരിയൻസ്, അൺബോക്സിങ് എക്സ്പീരിയൻസ് കിട്ടാനായിട്ടുള്ള അടുത്ത 2 സാധനങ്ങളും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് അടിപൊളി സാധനമായിരിക്കും ഇവിടെ അൺബോക്സ് ചെയ്യുമ്പോൾ. ഒന്നെന്ന് പറഞ്ഞാൽ ദ പോർഷ് ഡിസൈൻ്റെ ഈ ഒരു സാധനമാണ്, അതായത് ബ്ലാക്ക്ബെറിയുടെ പോർഷ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു മോഡലും, അടുത്തത് അതേ പോർഷ് ഡിസൈൻ്റെ തന്നെ ബ്ലാക്ക്ബെറിയുടെ പോർഷ് ഡിസൈൻ എന്ന് പറഞ്ഞാൽ അടുത്ത മോഡലാണ്. അപ്പോൾ 2 മോഡലുണ്ട്. അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് അൺബോക്സ് ചെയ്യുന്നില്ല, ഒരെണ്ണം അവിടെ ഇരിക്കട്ടെ, അത് ഇച്ചിരി ലെവൽ വേറെ സാധനമാണ്. നമുക്കിത് ആദ്യം അൺബോക്സ് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ 2014 പുറത്തുവന്ന സാധനമാണ്. 2014 ബ്ലാക്ക്ബെറി പോർഷ് ഡിസൈനുമായിട്ട് ടൈപ്പിൽ വന്ന, അതായത് നമ്മളൊക്കെ പോർഷെ എന്ന് പറയുന്നില്ലേ കാറ്, അവരുമായിട്ടുള്ള ടൈപ്പിൽ വന്ന ഡിസൈനാണ് ഇത്. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്യാം. 2014 ഇത് ഇറങ്ങിയപ്പം ഇൻ്റർനെറ്റിൽ കാണിക്കുന്ന റേറ്റ് $1499 എന്നൊക്കെയാണ്. അപ്പോൾ 2014 നമ്മൾ കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ, ഇന്ത്യൻ രൂപ വെച്ച് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ 62 രൂപ ആ റേഞ്ച് വരുമ്പോൾ എങ്ങനെ ഒരു 1.25 ലക്ഷം രൂപ വരും. അപ്പോൾ എനിക്കിത് വിശ്വസിക്കാൻ പറ്റില്ല, 1.25 ലക്ഷം രൂപയ്ക്ക് ഉണ്ടായിരുന്നു അവിടെ ഇതിന്. അപ്പോൾ ഇതിൻ്റെ എക്സാക്ട് റേറ്റ് അറിയുന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. നിങ്ങളുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന പാരൻസിനൊക്കെ ചിലപ്പോൾ ഇത് അറിയാൻ ചാൻസ് ഉണ്ടായിരിക്കും. 2014 ഞാൻ മറ്റേ TVSൻ്റെ വിഗോയിൽ മറ്റേ അതിനെന്താ പറയുക, പെൻസിൽ, മറ്റേ ഡിഫ്യൂസറില്ലേ, അതിനൊക്കെ അന്നൊരു ചെറിയ സാധനം, മറ്റേ നോൺ ഗിയറിലൊക്കെ വയ്ക്കുന്ന പെൻസിൽ എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ വെച്ച് ഇങ്ങനെ തുറന്നുകൊണ്ട് കിടക്കുന്ന സമയമായിരുന്നു. അന്നൊന്നും ഞാൻ വിചാരിച്ചില്ല ഇതൊന്നും ഞാൻ അൺബോക്സ് ചെയ്യുന്നുള്ളത്. ഐ എം സൂപ്പർ എക്സൈറ്റഡ് ടു അൺബോക്സ് ദിസ് ഗൈസ്. അപ്പം ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നല്ല കിടിലം ബ്ലാക്ക് ബോക്സ് ആണ്, നല്ല ഭയങ്കര പ്രീമിയം ഫീലാണ്, കാണാനും തൊടാനാണെങ്കിലും എല്ലാം നല്ലൊരു പ്രീമിയം ഫീലാണ് പറഞ്ഞത്. നമുക്ക് നേരെ ഇത് അൺബോക്സ് ചെയ്യാം. ബ്ലാക്ക്ബെറിയുടെ പോർഷ് ഡിസൈനിൻ്റെ കീഴിൽ വരുന്ന P9983 എന്ന് പറഞ്ഞ സ്മാർട്ട് ഫോണാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ജസ്റ്റ് നമുക്ക് ഇങ്ങനെ വെച്ചെടുത്താൽ ഇതിങ്ങനെ പൊക്കിയ ഇത് ഓപ്പൺ ആവും. ഇതിങ്ങനെ പൊക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിനകത്തിരിക്കുന്ന സാധനം എവിടെ നിന്ന് വിചാരിക്കും. നമ്മൾ ഈ സാധനം ഇങ്ങനെ മാറ്റുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇവിടെ ആ ഒരു Q10 കീബോർഡ് വരുന്ന ആ ഒരു സ്മാർട്ട് ഫോൺ. ഇത് ടച്ച് സ്മാർട്ട് ഫോണാണ് ഗൈസ്. അതുപോലെ തന്നെ ഈ കാണുന്നത് പോർഷ് ഡിസൈൻ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു മെറ്റൽ പ്ലേറ്റിംഗ് ആണ്. പിന്നെ നമുക്ക് ഇവിടെ പോർഷിൻ്റെ തന്നെ ഒരു പിന്ന് ഉണ്ട്, കസ്റ്റം പിന്നാണ് ഇത്. നമുക്കിപ്പം ഈ ഫോൺ വേറെ യൂസ് ചെയ്യുന്ന ആൾക്കാരടുത്ത് നമുക്ക് ഈ പിന്ന് പറഞ്ഞു കൊടുത്താൽ അവർക്ക് മനസ്സിലാവും ഇന്ന സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യണത് എന്നൊരു കാര്യം മനസ്സിലാവും. അതാണിത്. നമുക്ക് സ്മാർട്ട് ഫോൺ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് സ്മാർട്ട് ഫോൺ ഇവിടെ മാറ്റി വയ്ക്കാം. സ്മാർട്ട് ഫോൺ മാറ്റി വയ്ക്കുമ്പോൾ ഇവിടെ ഒരു ഓട്ട കാണാം ഗൈസ്. ആ ഓട്ട ഇങ്ങനെ പൊക്കണ സമയത്താണ് നിങ്ങൾ ഞെട്ടാൻ പോണത്. നമ്മളത് മാറ്റി വയ്ക്കുമ്പോൾ നിങ്ങൾ ഞെട്ടാൻ പോണതാ 1.5 ലക്ഷം രൂപ ഇപ്പം കൊടുത്താൽ ഒരു കേബിൾ മാത്രം കിട്ടുന്ന സമയത്ത് നമുക്ക് തന്നുകൊണ്ടിരുന്നത് 1, 2, 3, 4 ബ്രിക്കാണ് ഗൈസ്. ഇത് എന്തിനീ 4 ബ്രിക്ക് കൊടുത്തതെന്ന് പറഞ്ഞാൽ, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ സാധനം ഇത് ഇൻ്റർനാഷണൽ ബിസിനസ്സുകാർക്ക് വേണ്ടി ഇറക്കിയ ഫോണാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണലി ട്രാവൽ ചെയ്യുന്ന ആൾക്കാർക്ക്, ഇന്ന് കേരളത്തിലാണെങ്കിൽ നാളെ ചെന്നൈയിലാണെങ്കിൽ മറ്റന്നാൾ അമേരിക്കയിലെ വാഷിംഗ് മെഷീനിൽ എന്ന് പറയൂലേ, അതുപോലെ ലോകം കറങ്ങി നടക്കുന്നവർക്കൊക്കെ ഇത് ഉപയോഗം. നമുക്ക് വേണ്ടത് ഇതാണ് ഇന്ത്യക്കാർക്ക് ചാർജ് ചെയ്യാനുള്ളത്. നമുക്കിതാ ഈ സാധനങ്ങളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് ഇവിടെ. ഇതെൻ്റെ ഈ സാധനമുണ്ട്. അപ്പം ഇത് കണ്ട, ഇത് അങ്ങനത്തെ ഒരു പ്ലഗാണ്. ഇത് നേരെ കാണിച്ചു തന്നില്ല, ഇങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ഇതൊക്കെ UK ആണെന്ന് തോന്നുന്നു കഴിച്ച്. ഇത് ഏത് രാജ്യത്തുള്ളതാണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക കഴിച്ച് അറിയാമെങ്കിൽ. അതുപോലെ തന്നെ അടുത്തത് ഈ സാധനം എൻ്റെ ഉണ്ട്. ഇത് അമേരിക്കക്കാർക്കുള്ളതാണ് കേട്ടോ. അതത്ര അടച്ചു എല്ലാം കോമ്പാക്റ്റ് ആണ് കേട്ടോ. ചെറിയ സാധനം, മാട്ട് സാധനമൊന്നുമില്ല. അപ്പം 2100 mAh ബാറ്ററി ചാർജ് ആവാൻ വേണ്ടിയുള്ള ആ ഒരു പവറിനുള്ള സാധനം അതുണ്ട്. പിന്നെ ഇവിടെ ഇരിക്കണ ഈ ഒരു സാധനം എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അതെടുക്കുന്നതിന് മുമ്പേ നമുക്ക് ഈ മറ്റേ പേപ്പറും ബുക്കും കുറേ ഉണ്ടടേ, അത് മാറ്റിയാലേ എടുക്കാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നത്. അത്രയും കട്ടിക്കുണ്ട്. പല രാജ്യത്തിൻ്റെ ഭാഷയിൽ ഈ സാധനമുണ്ട്. അത് നമുക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും ഭാഷ തീർന്നിട്ടില്ല. കണ്ട, അങ്ങനെ ഉണ്ട്. ഈ ഒരു സാധനം കണ്ട, ഈ ഒരു സാധനമുണ്ട് മൈക്രോ ഫൈബർ ക്ലോത്ത്. നിങ്ങൾക്ക് ഇതെന്തിനാണെന്ന് ഞാൻ ഇപ്പം പറഞ്ഞു തരാം. നിങ്ങൾക്കറിയാം തുടയ്ക്കാനെന്ന് പറയാം, അത് എന്തുകൊണ്ട് തുടയ്ക്കണമെന്ന് ഞാൻ പറഞ്ഞു തരാം. ഇതിനിങ്ങനെ എന്തൊരു പാക്കിങ് ഇടയവുമാരത് ഇങ്ങനെ ഈ സാധനത്തിനകത്ത് ഇരിക്കണം. എന്തെന്ന് പറഞ്ഞാൽ ഇളക്കാനുള്ളത് ഇങ്ങനെ ഇളക്കിയാൽ ഗായ്സ് പോർഷിൻ്റെ ലോഗോ വരുന്ന ആ ഒരു ഹെഡ്ഫോൺ വിത്ത് എക്സ്ട്രാ മറ്റേ ഇത് നമ്മുടെ ആ ബുള്ളറ്റ് 3.5 mm പറഞ്ഞതാണ് കേട്ടോ.
അത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ശേഷം അതിൽ വരുന്നത് ഒരു മൈക്രോ USB ഉണ്ടല്ലോ, മൈക്രോ USB, ആ സാധനം 2A ആണ് പറഞ്ഞത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ബാറ്ററി ഇങ്ങനെയാണ് പറഞ്ഞത്. ബാറ്ററി ഇട്ടാൽ കൂടി 190 സംതിങ് ഗ്രാമാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്ന ഈ ഫോണിൻ്റെ. അതെന്തുകൊണ്ട് അത്രയും ബാറ്ററി ഇട്ടിട്ടും ആ വെയിറ്റേ വരുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ, നമ്മൾ ആ സ്മാർട്ട് ഫോൺ എടുത്തിട്ട് നമ്മൾ ബാക്കിൽ നോക്കുമ്പോൾ നമുക്ക് കാണാം കാർബൺ ഫൈബർ മെറ്റീരിയലാണ് ഗൈസ്. ബാറ്ററി ഇടാതെ ഇതിന് കാറ്റടിച്ചാൽ പോലും പോവും. കണ്ട, കാറ്റടിച്ചാൽ വരെ അനങ്ങണ സാധനമാണ് ഈ കാർബൺ ഫൈബർ മെറ്റീരിയൽ. നമുക്കിത് ബാറ്ററി ഇടാനായി ഇതിനിങ്ങനെ ഇവിടെ ഇങ്ങനെ ഊരിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ബാറ്ററി ഇടാൻ പറ്റും. അതുപോലെ തന്നെ ഇവിടെ സിം കാർഡ് ഇടാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഇവിടെ SD കാർഡ് ഇടാൻ പറ്റും. ഇത് 64 GB വേരിയൻ്റ് ആണ് പറഞ്ഞത്. 2 GB റാം ആണ് പറഞ്ഞത്. ഫ്രണ്ട് ക്യാമറ പറഞ്ഞത് 2 മെഗാപിക്സലാണ്. ബാക്ക് 8 മെഗാപിക്സലാണെന്ന് പറഞ്ഞത്. ഇതൊക്കെ ഒരു പ്ലാറ്റാണ്, മെറ്റലാണ്. അത്യാവശ്യം നല്ല കിടിലം മെറ്റൽ ഫ്രെയിമാണതാ പറഞ്ഞത്. ഈ മുകളിലാണ് സ്വിച്ച് പറഞ്ഞത്, ലോക്ക് സ്വിച്ച് പറഞ്ഞത്. വോളിയം അപ്പ് ആൻഡ് വോളിയം ഡൗൺ ഇവിടെ പറഞ്ഞുണ്ട്. സ്പീക്കർ ഇവിടെ ഒരെണ്ണം പറഞ്ഞുണ്ട്. പിന്നെ ഇവിടെ 2 പോർട്ട് പറഞ്ഞുണ്ട്. ഈ 2 പോർട്ട് എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ, ഒന്ന് മൈക്രോ USB നമ്മളെ ചാർജ് ചെയ്യാനുള്ളതും, ഒന്ന് മൈക്രോ HDMI കേബിളാണ്. അന്ന് അവർ ഇറക്കിയ സാധനമാണ്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമുക്കപ്പോൾ ഇതിൻ്റെ ബാറ്ററി ഇട്ടിട്ടൊന്ന് ഇതിനെ ബൂട്ട് ചെയ്ത് നോക്കിയാലോ. നമുക്ക് ഈ സാധനത്തിനെ എടുക്കാം. ബാറ്ററി എടുക്കുക, ബാറ്ററി ഇവിടെ വയ്ക്കുക. വെച്ചതിന് ശേഷം നമ്മുടെ ഈ കാർബൺ ഫൈബർ ബാക്ക് കവർ അടയ്ക്കുക. ഒരു ഫ്ലാഷ് കൊണ്ട് കേട്ടോ, അത് ഞാൻ പറയാൻ പറ്റും. ഇങ്ങനെ അടച്ചതിന് ശേഷം നമ്മൾ മുകളിൽ ഇങ്ങനെ ഞെക്കി പിടിക്കണം. 3, 2, 1 ആകുമ്പോൾ തന്നെ റെഡ് കത്തും. ബ്ലാക്ക്ബെറി എന്താ എഴുതി കാണും. എത്ര സമയം കൊണ്ട് നമുക്ക് ഓണായി വരുമെന്ന് നോക്കാം. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ആണ് പറഞ്ഞത്. LCD ഡിസ്പ്ലേ ആണ്, IPS LCD ഡിസ്പ്ലേ ആണ് പറഞ്ഞത്. 3.1 ഇഞ്ചിൻ്റെ 720x720 പിക്സൽസ് വരുന്ന 328 ppi വരുന്ന ആ ഒരു ഡിസ്പ്ലേ ഉള്ളത്. ഓണാക്കുമ്പോൾ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ബ്ലാക്ക്ബെറി ഇങ്ങനെ ലോഡായി വരും. ബ്ലാക്ക്ബെറി വോയിസ് 10 ആണ് കേട്ടോ ഇതിനകത്ത് ഇറങ്ങുന്നത്. ബ്ലാക്ക്ബെറി വോയിസ് 10.3 ആണ് ഇൻബോക്സ് പറഞ്ഞത്. 3.1 വരെ അപ്ഡേഷൻ പോവും. ഇതെങ്ങനെ വന്നിട്ടുണ്ട്. ഇത് ടച്ചാണ് ഗൈസ്, ടച്ച്. പഴയ യൂട്യൂബിൻ്റെ ഇത് കണ്ട ഗൈസ്, നിങ്ങൾ കാണുമ്പോൾ പഴയ യൂട്യൂബിൻ്റെ ലോഗോ ഉണ്ടോ? ഇപ്പോഴും ആ ലോഗോ ഉണ്ട് കേട്ടോ. എൻ്റെ മോൻ IPS LCD ഡിസ്പ്ലേ ആണ് കേട്ടോ. IPS LCD ഡിസ്പ്ലേ ആണെന്ന് പറഞ്ഞ് ഒരു ഇതുമില്ല. ഫോൺ ഇവിടെ ഫോൺ വിളിക്കുക, ഇവിടെ ക്യാമറ എടുക്കുമ്പോൾ നോക്ക്. ഇതാണ് ഇതിൻ്റെ ക്യാമറ ബാക്ക് ക്വാളിറ്റി. എങ്ങനെ എടുത്തിട്ടല്ലേ? ക്യാമറ സെറ്റിങ്സ് എടുത്താൽ മറ്റേ പനോരമ, അത് HDR ഇതെല്ലാം കാണാൻ പറ്റും കേട്ടോ. പിന്നെ നമ്മൾ ക്യാമറ ഒക്കെ എടുത്താൽ ബാക്ക് പോവാൻ ഇവിടെ സംഭവം സ്വിച്ച് കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് പോകണമെങ്കിൽ നമ്മൾ എല്ലാ നമ്മളെ സാധാ ഫോണൊക്കെ പോകുമ്പോൾ തന്നെ, ടച്ച് ഫോൺ പോകുമ്പോൾ ഇങ്ങനെ അങ്ങ് ക്ലോസ് ചെയ്തിട്ട് ഇവിടെ ക്ലോസ് ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ പരിപാടി. നമ്മൾ ആദ്യമായിട്ട് എടുക്കുമ്പോൾ ഇതിൽ ബാക്ക് ഉള്ള സ്വിച്ചൊക്കെ നമ്മൾ തപ്പും. പിന്നെ നമ്മുടെ കോർട്ടി കീബോർഡ് അല്ല, അതിന് Q10, അതായത് ഒരു വരിയിൽ 10 കീബോർഡ് ഇങ്ങനെ 10 കീസ് ഇങ്ങനെ വരും. 10, 20, 30, 31, 32, 33, 35 കീ ആണുള്ളത്. അപ്പോൾ ഇങ്ങനെ കിടക്കണോണ്ടാണ് Q10 കീബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് നമ്മളിങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോഴും അത് വലുതായിട്ട് നമ്മളെ കയ്യിൽ കാര്യങ്ങളൊന്നും വേറെ തട്ടയൊന്നുമില്ല. ഇപ്പം നോക്കുക, SUBSCRIBE എന്നൊക്കെ പറഞ്ഞ് ടൈപ്പ് ചെയ്താലും വേറെ ഏതാണ്ട് അടിപൊളിയായിട്ടൊക്കെ ടൈപ്പായൊക്കെ വരെയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇനി കാണാനൊക്കെ പറ്റും. അപ്പം അതിനൊന്നും വേറെ കുഴപ്പമൊന്നുമില്ലടായി. അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഒക്കെയാണ്. ഇതിൻ്റെ ടച്ച് എന്ന് പറഞ്ഞാൽ എന്തൊരു സ്മൂത്തടായി. നോക്ക് സെറ്റല്ലേ? പഴയ യൂട്യൂബിൻ്റെ ആപ്പൊക്കെ ഉണ്ടല്ലോ, ഈ ആപ്പിലൊക്കെ കയറി ഡയറക്റ്റ് ബ്രൗസറിൽ പോയാണ് യൂട്യൂബ് പ്ലേ ചെയ്യണം. അതായത് നമ്മളെ ക്രോമിനകത്ത് മറ്റേ ഇതുണ്ടല്ലോ, ഡെസ്ക്ടോപ്പ് മോഡ് ഇട്ട് യൂസ് ചെയ്യൂലേ, അതുപോലെയാണ് ഇതിനകത്ത് സംഭവം നടക്കുന്നതെല്ലാം. പിന്നെ വൈഫൈ ഉണ്ട്, ബ്ലൂടൂത്ത് വെർഷൻ 4 ഉണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണുള്ളത്. സ്നാപ്ഡ്രാഗൻ്റെ S4 Pro എന്ന് പറയണ S4 Pro എന്ന് പറയണ ആ ഒരു പ്രൊസസ്സറാണ് ഇതിനകത്ത് പറഞ്ഞത്. 2 GB ആണ് റാമും പറഞ്ഞേടായി. ഈ ഒരു സാധനത്തിൻ്റെ യൂസിനൊക്കെ അതൊക്കെ ധാരാളമാണ്. നമ്മൾ ആ പ്ലേ സ്റ്റോറിലുള്ളത്തെ സാധനങ്ങളൊന്നും ഡൗൺലോഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെയൊക്കെ ഉള്ളൊരു സംഭവം കൊണ്ടാണ് സംഭവം പൊട്ടിപ്പോയത്. മകളിൽ നിന്ന് നോട്ടിഫിക്കേഷൻ വലിച്ചിടുന്ന സമയത്ത് ഒക്കെയാണ് കാണിക്കുന്നത്. ഇവിടെയാണ് ഹെഡ്ഫോണിൻ്റെ ജാക്ക് കുത്തുള്ള നേരത്തെ പറഞ്ഞ സാധനം, അതൊക്കെ പറയാൻ വിട്ടുപോയതുകൊണ്ടാണ്. ഡിസൈൻ കൊള്ളാണ്, അത്യാവശ്യം നല്ല കിട്ടില്ല ഡിസൈനാണ് കേട്ടോ ഈ സാധനം. ഇത്രയേ ഉള്ളൂ സൈസ്. അത്യാവശ്യം നല്ല കോമ്പാക്റ്റ് സാധനമാണ്. എന്തായാലും കൊള്ളാം.
അപ്പോൾ ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിനായിട്ട് ഡു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. തിരക്കാണ്, നല്ല തിരക്കാണ്. നമ്മളെ കല്യാണ പരിപാടികളൊക്കെ ആയെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിൻ്റെ ഓട്ടത്തിൻ്റെ ഇടയിലാണ് ഇതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞത്. സോ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ബൈ ഗൈസ്. എടാ പോലെ ഒരു മിനിറ്റ്, ഇത് സ്വിച്ച് ഓഫ് ചെയ്യണം എങ്ങനെയെന്നും കൂടെ കാണിച്ചു തരാമേ. സ്വിച്ച് ഓഫ് ചെയ്യാനായിട്ട് ഇതാ ഇവിടെ ഇങ്ങനെ ലോങ് പ്രസ് പിടിച്ചുകൊണ്ടിരിക്കുന്ന 3, 2 എന്ന് പറയുമ്പോൾ നമ്മൾ കൈവിട്ടാലും നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ പോവാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. സ്വിച്ച് ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. 3 സെക്കൻഡ്, 3, 2, 1.